ബിഗ് ബോസ് ഹൗസിൻ്റെ ഈ സീസണിൽ നിന്നും എവിക്റ്റഡ് ആയ ജിഷിനും പ്രവീണും തിരിച്ച് ഹൗസിലേക്ക് വരാൻ വേണ്ടി എയർപോർട്ടിലെത്തിയപ്പം ചാനലുകാർ ചില ചോദ്യങ്ങൾ ചോദിച്ച് അനിമോളുടെ പി ആറിനെ കുറിച്ചാണ് ആദ്യം ചോദിച്ചത്. അപ്പം ജിഷിൻ പറഞ്ഞ ജിഷിനും പ്രവീണും ഒന്നിച്ച് തന്നെ പറഞ്ഞ് അനിമോളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, അവിടെയുള്ള എല്ലാവർക്കും പി ആറുണ്ട്. ഈ പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ ആര്യന് ഒന്നും അറിയത്തില്ല പി ആറിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ആര്യന് വരെ പി ആർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് 16 ലക്ഷത്തിൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ. പറഞ്ഞാൽ അതെനിക്കറിയത്തില്ല, ബിന്നിയാണ് പറഞ്ഞത്. അതൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് അതൊക്കെ കാര്യം അറിയത്തില്ല ബിന്നി പറഞ്ഞതെന്നൊന്നും പറയുന്നത്. അപ്പം ജിഷിൻ പറയാം ഞങ്ങളൊക്കെ ഔട്ടായത് വോട്ട് കിട്ടാഞ്ഞുകൊണ്ടാണ്. വോട്ട് കിട്ടുന്ന ഡിസേർവ് ആയവർ അവിടെ നിൽക്കുന്നു, അല്ലാത്തവർ പുറത്ത് പോകുന്നു. അല്ലാതെ ഇത് ഏഷ്യാനെറ്റിൻ്റെയോ ബിഗ് ബോസിൻ്റെയോ ഒന്നും തീരുമാനമല്ല. കാരണം ഇനി വലിയ വലിയ ആൾക്കാരെ വിളിച്ച് പറഞ്ഞിട്ടോ അങ്ങനെ ഒന്നുമല്ല. കാരണം ബിഗ് ബോസ് ഇത്ര വോട്ടുള്ള ഒരാളെ സേഫ് ആക്കും. അപ്പം ഞാൻ വെള്ളിയാഴ്ച വരെ ടോപ്പ് 5-ൽ നിന്നിട്ട് പെട്ടെന്നാണ് തലേന്ന് ഏറ്റവും ലാസ്റ്റ് പോയിട്ട് ഏറ്റവും ലാസ്റ്റ് കിടന്ന ആൾ 5-ലെത്തി. ഞാൻ അങ്ങനെ ഔട്ടായത്. അല്ലാതെ ഇത് ഏഷ്യാനെറ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ജിഷിൻ പറഞ്ഞത്. പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും വോട്ടില്ലാതെ ആരെയും അതിൽ സേഫാക്കത്തില്ല. പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും ഒന്നും നടക്കത്തില്ലെന്നാണ് ജിഷിൻ പറഞ്ഞത്. പിന്നെ പറ്റുന്നത് പി ആറിനാണ്. പി ആർ ചെയ്യുന്ന അനുസരിച്ചാണ് ഒരാൾ പുറത്താകുന്നതും സേഫ് ആകുന്നതും. അതായത് അപ്പം ജിഷിൻ പറയുന്നത് ക്രോസ് വോട്ട് ഒരുപാട് നടക്കുന്നുണ്ട്. അതായത് ഇപ്പം എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ നോമിനേഷനിൽ വന്ന് അയാൾക്കെതിരായിട്ട് പിന്നെ ഒരു നല്ല സപ്പോർട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഏറ്റവും വീക്കായ ആളും നോമിനേഷനിലുണ്ട്, അയാൾക്ക് വോട്ട് ചെയ്ത് അയാളെ ഉയർത്തിയിട്ട് മറ്റേ ആളെ ഔട്ടാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നത് അങ്ങനെയാണോ സാബുമോൻ ഇത്രയും നാൾ നിന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ സാബുമോൻ അങ്ങനെയാണ് നിന്നത്, പി ആറിൻ്റെ ഒരു ഇതിലാണ് സാബുമോൻ നിന്നതെന്ന് പറയുന്നത്. സാബുമോന് നല്ല രീതിയിൽ ക്രോസ് വോട്ടിങ് നടത്തിയത് കൊണ്ടാണ് അവിടെ നിന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പം ജിഷിൻ പറയണം ഒരിക്കലും നമ്മൾ പ്രവീൺ ഔട്ടാവുന്ന പ്രതീക്ഷയല്ല. പക്ഷേ പ്രവീൺ ഔട്ടായില്ല. ഇതൊക്കെ ക്രോസ് ഔട്ടിൻ്റെ ഒരു ഇതുകൊണ്ടാണ് പ്രവീണും ഔട്ടായതെന്ന് പറയുന്നത്. അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് ആ സമയത്താണെന്ന് തോന്നുന്നു അൺഫെയർ എവിക്ഷൻ സ്റ്റാർട്ടായതെന്ന് പറയുന്നത്. അങ്ങനെ പി ആർ വർക്ക് ഇല്ലാതെ ആർക്കും ഇപ്പോൾ ഹൗസിൽ നിൽക്കാൻ പറ്റില്ലെന്ന് തന്നെയാണ് പിന്നെ അവർ പറയുന്നത്. പി ആർ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വിന്നറാകാൻ പറ്റത്തുള്ളൂ. വിന്നറാകുന്ന ആൾക്ക് നല്ല രീതിയിൽ പി ആർ വർക്ക് ഉണ്ടായിട്ട് തന്നെയാണ് അയാൾ വിന്നറാകുന്നതെന്നാണ് പ്രവീണും ജിഷിനും പറഞ്ഞത്.